FRP ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. വണ്ടി ഓടിക്കുമ്പോൾ സ്മൂത്താണ്, കംഫർട്ടാണ്, യാതൊരു കുഴപ്പമില്ല. നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് വെക്കാന്നുള്ളത്. ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് റിവ്യൂ വീഡിയോ അല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മഹീന്ദ്ര താറിൻ്റെ ഗ്രിൽ ചേഞ്ചിങ് ആണ്. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് മഹീന്ദ്ര താറിൻ്റെ തന്നെ ഗ്രിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ കുറച്ച് കാരണങ്ങളാൽ നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിച്ചിരുന്നു ഗ്രിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ല എന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രിൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഗ്രില്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണം. അപ്പം അത് നോക്കാനായിട്ട് നമ്മുടെ ഓട്ടോ ഇഗ്നൈറ്റിൻ്റെ ഓണറും പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഗ്രില്ല് എത്തിച്ച വ്യക്തിയുമായ ജൂബിനെ ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ജൂബിനെ ഹലോ. അപ്പം ഇതാണ് നമ്മുടെ ജൂബിൻ, ഓട്ടോ ഇഗ്നൈറ്റിൻ്റെ ഓണറാണ്. അപ്പോൾ നമ്മൾ തന്നെയായിരുന്നു ആദ്യം ഗ്രിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ജൂബിനെ നമ്മുടെ ഈ ഒരു ഗ്രില്ലിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, എന്തൊക്കെയാണെന്നുള്ളത്? നമുക്കിപ്പോൾ കറൻ്റ്ലി മഹീന്ദ്ര താറിൽ ബൈ ഡീഫോൾട്ട് വരുന്ന ഗ്രില്ലിൻ്റെ മെറ്റീരിയൽ PVC എന്ന് പറഞ്ഞ മെറ്റീരിയൽ, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പം മാർക്കറ്റിൽ ഇപ്പം നമുക്ക് FRP മെറ്റീരിയലുള്ള ഗ്രില്ലുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും FRPകളിനെക്കാട്ടിലൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്ന സെയിം മെറ്റീരിയലാണ്, PVC തന്നെ. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നതും PVC മെറ്റീരിയലുള്ള ഗ്രില്ലുകളാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് 5 സ്ലോട്ട് ആംഗ്രി ബേർഡ് വിത്ത് ഹണിക്കോമ്പ് മെഷുള്ള ഗ്രില്ലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇൻസ്റ്റാളേഷന് നമ്മൾ ആദ്യമേ ഒന്ന് ചെയ്തതാണ്, ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പം ചില പ്രശ്നങ്ങൾ കാരണം നമ്മളത് അപ്ലോഡ് ചെയ്തിട്ട് കളയേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ എന്നാൽ ഇത് നമ്മളെ തന്നെ ഒരു കസ്റ്റമറുടെ വണ്ടിയാണ്, അതിലായിരിക്കും നമ്മൾ ഇന്നത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഫ്രണ്ട്സ്, നമ്മൾ അടിയിലത്തെ സ്കിപ്പ് ലൈറ്റ് വരുന്ന ഇതാണ് കാണുന്നത്. അപ്പം അവിടെ 3 കണ്ടല്ലോ ഇതിൽ വരുന്നത്. സ്കിപ്പ് ലൈറ്റിൻ്റെ ബോഡി റോഡ് 2 നട്ട്. അതിൻ്റെ ഫ്രണ്ട് ബമ്പറുമായിട്ടുള്ള ജോയിൻറ്റിൽ വരുന്നത് 4 സ്ക്രൂവും ഒരു പ്രസ് ലോക്കും. ഓക്കെ. ബമ്പർ ബോഡി ആയിട്ടുള്ള എല്ലാ സ്ക്രൂകളും നട്ടുകളെല്ലാം ലൂസ് ചെയ്ത് വെക്കുകയാണ്, ഊരി മാറ്റി വെക്കുക. നമ്മളിപ്പോൾ ബമ്പർ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബമ്പർ ഫ്രണ്ടിൽ ഒരു മാറ്റമാണ്. അപ്പോൾ നമ്മൾ ഫോഗ് ലാംപ്സിൻ്റെ ആ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിരുന്നു. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ബമ്പർ ഊരിയെടുക്കാൻ പറ്റി. അത് ഫൈബറാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പം ബമ്പർ ഇല്ലാത്തൊരു ഫ്രണ്ട് ലുക്കാണ് നമ്മുടെ മഹീന്ദ്ര താറിന് കാണുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഊരിയെടുക്കാനുള്ളത് ഗ്രില്ലാണ്. സോ ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ ഗ്രില്ല് റിമൂവ് ചെയ്യാൻ പോവാണ്. സ്റ്റോക്ക് ഗ്രില്ലാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അൺബോൾട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രൂസ് ഒക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലത്തെ ആ ഗ്രില്ല് നമ്മൾ ഊരി എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രില്ല് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പം ഗ്രില്ലില്ലാത്തൊരു ലുക്കാണ് നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ലാണ്. അപ്പം ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റോക്ക് ഗ്രില്ലിൻ്റെ സൈഡിൽ ഒരു കവർ വരുന്നുണ്ട്, ഒരു കുഷൻ പോലൊരു സാധനം വരുന്നുണ്ട്. ഓക്കെ. അപ്പം അതിൻ്റെ അകത്ത് ക്ലിപ്പുകളുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലിലേക്ക് ആ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം വെച്ച് കൊടുക്കണം അതിനകത്ത്. വെക്കണം അല്ലേ. അത് മാത്രമല്ല, സൈഡിൽ ഒരു ട്രിം ക്ലിപ്പ് വരുന്നുണ്ട്. ട്രിം ക്ലിപ്പ് അല്ലേ? ഓക്കെ. ഈ സൈസിലുള്ള ട്രിം ക്ലിപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ട്രിം ക്ലിപ്പും നമ്മൾ സ്റ്റോക്ക് ഗ്രില്ലിൽ ഊരി ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ താറിൻ്റെ ഫ്രണ്ടിലെ ബമ്പറും ഗ്രില്ലും നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. മുമ്പേ നിങ്ങൾ കണ്ടതാണ്. അപ്പം നമ്മൾ ഇനിയും അതിനകത്ത് ഇനിയും 5 സ്ലോട്ട് ഗ്രില്ല് നമ്മൾ ഇനി വെക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് എടുത്ത് ഇതിനെ ഒന്ന് കാണിക്കോ. അപ്പം ഇതാണ് നമ്മുടെ ഗ്രില്ല്. ഇതാണ് 5 സ്ലോട്ട് ആംഗ്രി ബേർഡ് ഗ്രില്ലാണ്. അതായത് നമ്മൾ മെഷ് ആഡ് ചെയ്തു, അത് നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യുന്നതാണ്. പിന്നെ മെഷ് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ലോക്ക് ക്ലിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ഗ്രില്ലിലുണ്ടായിരുന്ന സൈഡിലെ കവറിങ് കുഷനും അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഗ്രില്ല്. അപ്പം കണ്ടല്ലോ, ഒരു 7 സ്ലോട്ട് ഗ്രില്ലും കൂടെ വരുന്നുണ്ട്. അപ്പം ഇതിപ്പം 5 സ്ലോട്ട് ഗ്രില്ലാണ്. 5 സ്ലോട്ട് ആംഗ്രി ബേർഡ് ഗ്രില്ലാണ്. അതെ അതെ അതെ. If we install it, we will install it. Okay.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് വെക്കുക എന്നുള്ളത്. അപ്പം സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു സംഭവമുണ്ട്, അപ്പം അകത്തേൽ തട്ടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളത് വെക്കാനായിട്ട്. ഗ്രില്ല് പൊസിഷൻ ആയി നോക്കി കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നതിനകത്ത് 2 ട്രിം ക്ലിപ്പ് ഉണ്ട് എൻഡിൽ. ആ ട്രിം ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗ്രില്ല് തേണ്ട ഇനിയിപ്പം മേളിൽ തന്നെ നമുക്കിവിടെ ഇനിയിപ്പം ഇവിടെയാണ് ട്രിം ക്ലിപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത്. കണ്ടോ, ഇവിടെ പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ട്രിം ക്ലിപ്സ് യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ. ഇപ്പോൾ ഇതേ സമയത്ത് ഇത് FRP ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? FRP ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഫസ്റ്റ് തിങ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യില്ലേ, PVC മെറ്റീരിയൽ ആയതുകൊണ്ട് കൂളായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷൻ ആവും. FRP ആണ് നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് വീഴും. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ഒരു തവണ അഴിക്കണമെന്ന് വെച്ചാൽ അഴിച്ചിട്ട് നമ്മൾ തിരിച്ചു കയറ്റിയാലും പൊട്ടലോ കാര്യങ്ങളോ ഇല്ല, എത്ര തവണ ആണെങ്കിലും അഴിക്കുക തിരിച്ച് കയറ്റി ചെയ്യാം. പക്ഷേ FRP നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ ഊരാതെയാണ് നമ്മൾ ഗില്ല് വെച്ചത്. അപ്പോൾ FRP മെറ്റീരിയൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഗില്ല് നമ്മളൊന്ന് വളച്ചൊന്ന് പിടിക്കണം. വളച്ച് പിടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റുന്നത്. FRP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒന്നും കയറി വെക്കാൻ പറ്റില്ല. FRP അങ്ങനെ വളയില്ലല്ലോ. ആയതുകൊണ്ട് സ്റ്റോക്കിൽ വരുന്നത് തന്നെ വളയും. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതെ, നല്ലൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് PVC. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ തന്നെ ഗില്ല് കൊണ്ടുവന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബമ്പറോട് ഇനി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഗ്രില്ല് നമുക്ക് ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ജസ്റ്റ് ബമ്പറും കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബമ്പർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂടെ നോക്കാം. ഓക്കെ. സോ ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ ഗ്രില്ല് നമ്മുടെ താറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബമ്പർ സംഭവമൊക്കെ തിരിച്ച് തരും. നിങ്ങൾ മുമ്പേ കണ്ടാണ് നമ്മൾ ഫുൾ അഴിച്ചിട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ വണ്ടിയുടെ ഇപ്പം ഫ്രണ്ടിലത്തെ ആ ലുക്ക് ഓൾറെഡി കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ കളർ സ്കീമും സംഭവമൊക്കെ ആണെങ്കിലും പക്കായിട്ട് മാച്ചാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇത് 5 സ്ലോട്ട് ഗ്രില്ലാണ് നമ്മുടെ മഹീന്ദ്ര താറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. 7 സ്ലോട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ആംഗ്രി ബേർഡ് ടൈപ്പ് ഗ്രില്ലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നമ്മളതിൻ്റെ ഓണറിനെ നമുക്കൊന്ന് ക്ഷണിക്കാം. ഹായ്. അപ്പോൾ ജിസ്താറാണ് നമ്മുടെ ഈ ഒരു താറിൻ്റെ ഓണർ. പിന്നെ ഈ ഒരു വണ്ടിക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ നമ്പറാണ് H1 എന്നുള്ള നമ്പറാണ് നമ്മുടെ ഈ ഒരു താറിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്പർ ഇപ്പം നിലവിൽ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം സാറേ, എന്തുകൊണ്ടാണ് നമ്മുടെ താറ് വാങ്ങിക്കാനുള്ളൊരു കാരണം? താറ് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനുവരി തൊട്ട് നമ്മളിതിൻ്റെ സ്പൈ വീഡിയോസ് എല്ലാം കണ്ട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയായിരുന്നു ഇത്. അതിന് മുമ്പ് തന്നെ 2020 താറ് പുതിയത് വരുന്നുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ അത് കറക്റ്റ് ഡേറ്റുമായി എന്തിനാ അനൗൺസ് ചെയ്യാത്ത കാരണം നമ്മൾ വണ്ടി നീങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വണ്ടി വേറെ എടുത്തായിരുന്നു ഓൾറെഡി. അതിനുശേഷം പെട്ടെന്ന് ഓഗസ്റ്റ് 15-ാം തീയതി വണ്ടിയുടെ ഒരു റിവ്യൂവിൽ വന്ന ശേഷം 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ബുക്കിംഗ് എറണാകുളത്ത് പോത്തൻസിലെടുത്തു. അതാണ് ശരിക്കും നമുക്ക് എടുക്കാനുള്ളൊരു ലുക്ക് വൈസ് തന്നെയാണ്. ഓക്കെ. ഗ്രില്ല് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ 5 സ്ലോട്ട് ഗ്രില്ല്. ഈ ഗ്രില്ല് വണ്ടി ഫസ്റ്റ് റിവ്യൂലായ ശേഷം നമ്മൾ ഇതിൻ്റെ ആദ്യം നമ്മൾ എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ നോക്കണമല്ലോ ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് ഉണ്ടായത് ഫ്രണ്ടിലൊരു സ്ക്വയർ പാറ്റേണിൽ നമുക്കൊരു മാച്ച് ആവുന്നില്ല. അതാണ് പിന്നെ ശരിക്കും നമ്മൾ ഓൺലൈനിൽ തപ്പിപ്പാണ് പിന്നെ ഷെറിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മൾ ഗ്രില്ല് ഓർഡർ ചെയ്യാനുള്ള കാരണം ശരിക്കും. ഓക്കെ. പിന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് പ്ലാൻ ഉണ്ടോ? ഓഫ് റോഡ് പോകാനുള്ള പ്ലാൻ ഉണ്ട്. ശരിക്കും ഞാൻ ലീവിന് വന്നേക്കണതാണ്. ഒരു 20-22 ദിവസം കൂടി ഉള്ളൂ. ഓക്കെ. ടൈമിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട്. എവിടെയെങ്കിലും ഹൈ റേഞ്ച് എവിടെയെങ്കിലും പോയി ഓഫ് റോഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ശരിക്കും. പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? പഴയ താറ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ജീപ്പ് കോമ്പസാണ് എൻ്റെ വണ്ടി. ആക്ച്വലി നമ്മുടെ മഹീന്ദ്രയുടെ ലോക്കൽ ആദ്യത്തെ വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് താറ്. വണ്ടി ഓടിക്കുമ്പോൾ സ്മൂത്താണ്, കംഫർട്ടാണ്, യാതൊരു കുഴപ്പമുള്ള
ഒരു ജർക്കിങ്ങോ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ അങ്ങനത്തെ ഒരു എല്ലാം സോഫ്റ്റാണ് വണ്ടി. ഓക്കെ. പിന്നെ പവർ സൂപ്പർ. അതെ. ഓക്കെ. ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സോഫ്റ്റ് ടോപ്പ് കൺവെർട്ടബിൾ ആണ്. നമ്മൾ ഒരു 60-80 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴത്തേനും ഒരു നമ്മുടെ പായയുടെ ചെറിയൊരു ഇതുണ്ട്, ഒരു വൈബ്രേഷൻ. പക്ഷെ അതൊരു പഴയ നോസ്റ്റാൾജിക് ഫീൽ, ഒരു ത്രില്ലാണ് ശരിക്കും. അതെ അതെ അതെ. നമ്മൾ അതെ അതെ ഓഫ് റോഡ് പോകുമ്പോഴാണെങ്കിലും നമുക്കത് ഊരിട്ട് പോവുകയാണെങ്കിൽ അതിനെ വേറൊരു ഫീൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ ചൂടില്ലാത്ത സമയത്തൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്തൊക്കെ നല്ലൊരു ചെറിയ തണുത്ത കാറ്റും ഒക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. കൺവെർട്ടബിളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഹാർഡ് ടോപ്പായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ബുക്ക് ചെയ്ത ഹാർഡ് ടോപ്പായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ കൺവെർട്ടബിളിലേക്ക് മാറി, പക്ഷേ കിട്ടിയപ്പോൾ ഐ ആം ഹാപ്പി. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ. വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക്? വേറെ ഇല്ല, ശരിക്കും മഹീന്ദ്ര താർ സൂപ്പർ. അതിനകത്ത് വേറെ ഒരു ഇല്ല. എല്ലാവരും ഇപ്പോൾ കുട്ടികൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഈ വണ്ടീനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരാണ് ഈ വണ്ടീനെ ശരിക്കും ഒബ്സർവ് ചെയ്യണത്. അത് കുട്ടികൾ വരെ, അല്ലെങ്കിൽ ലേഡീസായാലും കുട്ടികളായാലും ഒക്കെ ഇങ്ങനെ വണ്ടീനെ ശരിക്കും അവർ മോണിറ്റർ ചെയ്യും, ഇഷ്ടപ്പെടും, വന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക്സ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഓണർ എക്സ്പീരിയൻസ് ഇപ്പോൾ കേട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ഓട്ടോഗ്നേറ്റിൻ്റെ ഓണറാണ് ജൂബിൻ. അപ്പം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പം ഗ്രില്ലുകൾ വരുന്നത് 3 ഡിസൈനിലാണ്. ഇപ്പം 5 സ്ലോട്ട് ആംഗ്രി ബേർഡ്, 7 സ്ലോട്ട് റാംഗ്ലർ പാറ്റേൺ, പിന്നെ 5 സ്ലോട്ട് ആംഗ്രി ബേർഡ് വിത്ത് ഹണികോം മെഷ്. അപ്പം ഇപ്പം ജസ്റ്റിൻ സാറ് നമ്മുടെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞു 5 സ്ലോട്ട് ആംഗ്രി ബേർഡ് തന്നെ വേണം, സാറിന് ഒരു അഗ്രസീവ് ലുക്ക്, ആ ഒരു ലുക്ക് വേണം വണ്ടിക്ക്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് സജസ്റ്റ് ചെയ്തത്. നമ്മളിവിടെ വന്ന് ഗില്ല് മാറി, സ്റ്റോക്ക് ഗില്ല് മാറി, ആഫ്റ്റർ മാർക്കറ്റ് ഗില്ല് വെച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനിയും ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ നെക്സ്റ്റ് ഒരു വെഹിക്കിളിൽ ഇതുപോലൊരു മോഡിഫിക്കേഷൻ മോഡ് പാർട്ടുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം FRP മോഡലിനെ പറ്റിയും പിന്നെ FRP മെറ്റീരിയലിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ഈ PVC പറ്റി ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കുറച്ചുകൂടെ സോൾഡാണ്, കുറച്ചുകൂടെ റിലയബിൾ ആണ് അല്ലേ? അതെ അതെ. ഇപ്പം എക്സാക്റ്റ് റാംഗ്ലറിൻ്റെ സെയിം പാറ്റേണിൽ FRP മെറ്റീരിയലിലുള്ള ഗ്രില്ലുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും റിലയബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല അത് ലാസ്റ്റിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് ബൈ ഡിഫോൾട്ട് വരുന്ന ഗില്ലിൻ്റെ സെയിം മെറ്റീരിയൽ, അതായത് PVC എന്ന് പറഞ്ഞ മെറ്റീരിയൽ തന്നെ നമ്മൾ ഗില്ല് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീസണാണ്. FRPയിൽ ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പമാണ്, കസ്റ്റമർ റേറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം റാംഗ്ലറിൻ്റെ പാറ്റേൺ വേണമെങ്കിൽ റാംഗ്ലറിൻ്റെ പാറ്റേൺ, അല്ലെങ്കിൽ ഏത് പാറ്റേൺ വേണമെങ്കിലും ആ പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാം FRPയിൽ. പക്ഷേ അത് ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ PVCയിൽ സാധനം എടുത്ത് ചെയ്ത് കൊണ്ടുവന്നത്. അതെ. പിന്നെ അതുപോലെ തന്നെ കളറാണെങ്കിലും നമ്മളിപ്പം ആ കറക്റ്റ് കളർ പെയിൻറ്റ് ചെയ്യുന്ന പറഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് അതെ. FRP വരുമ്പോഴത്തേക്കിനെ ഇപ്പം ഒരുപാട് നാൾ വെയിലത്തൊക്കെ കിടക്കുന്ന ജീപ്പുകളുടെ ഒക്കെ ബോണറ്റൊക്കെ നോക്കി അറിയാം. ബെൻഡായ ബോണറ്റൊക്കെ പുട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ FRP മെറ്റീരിയലിൽ സെയിം ഒരു ഫീൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഫീൽ ചെയ്യും. ക്രാക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ തന്നെ പഴയ ധാരണ FRP ഗില്ല് വരുമ്പോഴത്തേക്കിന് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് FRPയിൽ ക്രാക്കും കാര്യങ്ങളും വരുന്നത്. അപ്പം അതൊക്കെ ഒരു റിക്കവർ ചെയ്തുകൊണ്ടാണ് പുതിയ മെറ്റീരിയൽ PVC എന്ന് പറഞ്ഞ മെറ്റീരിയലുള്ള ഗില്ല് വന്നേക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പല മെറ്റീരിയലുള്ള ഗില്ല് അവൈലബിൾ ആണ് പുതിയ ധാരണ വേണ്ടി. പക്ഷെ എന്നാലും PVC തന്നെയാണ് ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ. നമ്മൾ സെയിൽ ചെയ്യുന്നതും അത് തന്നെയാണ്, പ്രൊമോട്ട് ചെയ്യുന്നതും PVC എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ല് വരുന്നത്. ഇത് 7 സ്ലോട്ട് ഗ്രില്ലാണ്. അപ്പം 7 സ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ പോർഷനിലായിട്ട് മാത്രമാണ് വരുന്നത്. അതൊരു നാരോ സ്ലോട്ടാണ് ഈ സെൻട്രൽ വരുന്നത്. അപ്പം ഇതാണ് സ്റ്റോക്ക് ഗ്രില്ല്. സ്റ്റോക്കും PVC തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. സ്റ്റോക്കും സെയിം മെറ്റീരിയൽ, PVC എന്ന് പറഞ്ഞ സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ. അപ്പം സെയിം മെറ്റീരിയലാണ്, നമ്മുടെ ആ ഒരു ഡിസൈൻ മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ. അതെ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ല്. കണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാം, നമുക്ക് കുഴപ്പമില്ല, ഒരു പീസായിട്ട് തന്നെ ഊരിയെടുക്കാം. ഓക്കെ. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തു, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രില്ലിനെ പറ്റി എന്തെങ്കിലും എൻക്വയറി കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ പറയുക. സോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരേക്കും ബൈ.